ലോകരാഷ്ട്രീയത്തിലും സാമൂഹിക ക്രമത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ബ്രിട്ടൻ കടന്നുപോകുന്നത്. ആഭ്യന്തരമായി ആരോഗ്യരംഗത്തെ സുതാര്യത ഉറപ്പുവരുത്താനും അന്താരാഷ്ട്ര തലത്തിൽ സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാനും ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തുന്ന നീക്കങ്ങൾ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പ്രധാനമായും രണ്ട് വിഷയങ്ങളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ സജീവമായി നിലനിൽക്കുന്നത്. ഒന്ന്, ആരോഗ്യ പ്രവർത്തകർക്കിടയിൽ വംശീയതയും യഹൂദ വിരുദ്ധതയും തുടച്ചു നീക്കാനുള്ള കടുത്ത നിയമനിർമ്മാണം. രണ്ട്, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധിക്ഷേപങ്ങൾക്കിടയിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്ക് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ. ബ്രിട്ടന്റെ അഭിമാനമായ നാഷണൽ ഹെൽത്ത് സർവീസിൽ സേവനമനുഷ്ഠിക്കുന്നവർക്കിടയിൽ വംശീയ ചിന്താഗതികളും യഹൂദ വിരുദ്ധതയും വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിന് തടയിടാനായി ഹെൽത്ത് സെക്രട്ടറി വെസ് ട്രീറ്റിംഗ് പുതിയ പരിഷ്കാരങ്ങൾക്ക് അനുമതി നൽകിയിരിക്കുകയാണ്. പുതിയ നിയമമനുസരിച്ച് അസഹ്യമായ വിധത്തിൽ വംശീയ പരാമർശങ്ങൾക്കോ യഹൂദ വിരുദ്ധതയോ നിറഞ്ഞ വാക്കുകൾ ഉപയോഗിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ മെഡിക്കൽ രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യാൻ റെഗുലേറ്റർമാർക്ക് അധികാരമുണ്ടായിരിക്കും. മുൻപ് ഇത്തരം പരാതികളിൽ അന്വേഷണം നടക്കുമ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന കവചം ഉപയോഗിച്ച് പലരും രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ ഇനി മുതൽ വംശീയാധിക്ഷേപങ്ങളെ അഭിപ്രായ സ്വാതന്ത്ര്യമായി കണക്കാക്കില്ലെന്ന് ഗവൺമെന്റ് വ്യക്തമാക്കുന്നു. ഈ നിയമപരിഷ്കാരത്തിന് കാരണമായ പ്രധാന സംഭവങ്ങളൊന്ന് ഡോക്ടർ റഹ്മെഹ് അലദ്വൈന്റെ കേസാണ്. 31-കാരിയായ ഈ ഡോക്ടർ ഒരു യഹൂദ അനുകൂല പ്രതിഷേധക്കാരന് നേരെ കഴുത്ത് മുറിക്കുമെന്ന് ആംഗ്യം കാണിക്കുകയും സോഷ്യൽ മീഡിയയിലൂടെ നിരന്തരമായി യഹൂദ വിരുദ്ധ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. തുടക്കത്തിൽ ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടായെങ്കിലും ട്രൈബ്യൂണൽ വിചാരണയിൽ ഇവർക്ക് അനുകൂലമായി വിധി സമ്പാദിക്കാൻ കഴിഞ്ഞു. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമായി. പിന്നീട് നടന്ന രണ്ടാമത്തെ വിചാരണയിലാണ് ഇവർക്ക് 15 മാസത്തെ വിലക്ക് ഏർപ്പെടുത്തിയത്. ഇത്തരത്തിൽ നിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് വംശീയവാദികൾ NHS-ൽ തുടരുന്നത് തടയുക എന്നതാണ് പുതിയ പരിഷ്കാരത്തിന്റെ ലക്ഷ്യം. ആരോഗ്യരംഗത്ത് വിവേചനത്തിന് സ്ഥാനമില്ലെന്ന് വൈസ് ട്രീറ്റിംഗ് ഉറപ്പിച്ചു പറയുന്നു. ഒരു രോഗിക്ക് ചികിത്സ നൽകുമ്പോഴോ സഹപ്രവർത്തകരോട് ഇടപെടുമ്പോഴോ വംശീയ മുൻവിധികൾ വെച്ച് പുലർത്തുന്നത് ചികിത്സയുടെ ഗുണനിലവാരത്തെ ബാധിക്കും. യഹൂദന്മാരായ ജീവനക്കാരെയും രോഗികളെയും സംരക്ഷിക്കാൻ റെഗുലേറ്റർമാർക്ക് കൂടുതൽ കരുത്ത് നൽകുന്നതാണ് ഈ നീക്കം. വംശീയവര്യന്മാർക്ക് ബ്രിട്ടീഷ് ആരോഗ്യ മേഖലയിൽ ഇടം ഉണ്ടാകില്ലെന്ന കർശന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിൽ പുതിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നുമുണ്ട്. ഇറാൻ യുദ്ധവിഷയത്തിൽ ട്രംപിന്റെ നിലപാടിനോട് വിയോജിച്ചതാണ് ഈ തർക്കങ്ങൾക്ക് ആധാരം. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകാത്തതിനാലാണ് ട്രംപ് സ്റ്റാർമറെ രൂക്ഷമായി വിമർശിച്ചത്. സ്റ്റാർമർ വിൻസ്റ്റൺ ചർച്ചിൽ അല്ല എന്നായിരുന്നു ട്രംപിന്റെ ഏറ്റവും വലിയ പരിഹാസം. സ്റ്റാർമറുടെ നയങ്ങളിൽ താൻ അസംതൃപ്തനാണെന്നും ട്രംപ് തുറന്നടിച്ചു. ഒരു രാഷ്ട്രതലവൻ മറ്റൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇത്ര പരസ്യമായി അധിക്ഷേപിക്കുന്നത് നയതന്ത്ര വൃത്തങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു. ട്രംപിന്റെ അധിക്ഷേപങ്ങൾ സ്റ്റാർമറെ തളർത്തുമെന്ന് കരുതിയവർക്കും തെറ്റി. ഏറ്റവും പുതിയ അഭിപ്രായ സർവേ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത് ട്രംപിന്റെ വാക്കുകൾ ബ്രിട്ടീഷ് ജനതയ്ക്കിടയിൽ സ്റ്റാർമർക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിച്ചു എന്നാണ്. സ്വന്തം രാജ്യത്തിന്റെ നയങ്ങൾക്കൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവെന്ന പ്രതിച്ഛായ സ്റ്റാർമർക്ക് ലഭിച്ചു. യുഗോ നടത്തിയ സർവേയിൽ ലേബർ പാർട്ടി 2 പോയിന്റുകൾ അധികം നേടി 19 പോയിന്റിലെത്തി. നീജൽ ഫരാജിന്റെ നേതൃത്വത്തിലുള്ള റിഫോം പാർട്ടി ഇതുവരെ വലിയ മുന്നേറ്റത്തിലായിരുന്നു. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് ശേഷം അവരുടെ വളർച്ച മന്ദഗതിയിലാണ്. 25% നിന്ന് 23% അവർ താഴ്ന്നു. ഗ്രീൻ പാർട്ടിക്ക് 18%, പാരമ്പര്യവാദികളായ കൺസർവേറ്റീവ് പാർട്ടിക്ക് 17% മാത്രമാണ് ലഭിച്ചത്. കൺസർവേറ്റീവ് പാർട്ടി 4ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ ബ്രിട്ടൻ ഇടപെടുന്നതിനോട് ഭൂരിഭാഗം ബ്രിട്ടീഷുകാരും താല്പര്യമില്ലെന്നാണ് സർവേകൾ വ്യക്തമാക്കുന്നത്. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഈ ഘട്ടത്തിൽ മറ്റൊരു യുദ്ധത്തിന് ബ്രിട്ടൻ തയ്യാറല്ല. ഈ പൊതുവികാരത്തിന് വിരുദ്ധമായി സ്റ്റാർമറെ ട്രംപ് അധിക്ഷേപിച്ചത് ബ്രിട്ടീഷ് ജനതയെ പ്രകോപിപ്പിച്ചു. ഇത് ലേബർ പാർട്ടിക്ക് രാഷ്ട്രീയമായി വലിയ മൈലേജ് നൽകി. ബ്രിട്ടനിലെ ഈ ആഭ്യന്തര മാറ്റങ്ങൾ ആഗോളതലത്തിൽ പല സന്ദേശങ്ങളും നൽകുന്നുണ്ട്. ആരോഗ്യ മേഖലയിലെ വംശീയതയ്ക്കെതിരെ ബ്രിട്ടൻ എടുക്കുന്ന നിലപാട് ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്കും മാതൃകയാക്കാം. വിദ്വേഷ പ്രസംഗങ്ങളും വംശീയ ചിന്തകളും തൊഴിലിടങ്ങളിൽ അനുവദിക്കില്ലെന്ന നിലപാട് ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടും. അമേരിക്ക പോലൊരു വൻ ശക്തിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് നിൽക്കുന്ന സ്റ്റാർമറുടെ രീതി യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ ബ്രിട്ടന്റെ അന്തസ്സ് ഉയർത്താൻ സഹായിച്ചേക്കാം. റിഫോം പാർട്ടിയുടെ വളർച്ച കുറയുന്നത് ബ്രിട്ടനിലെ തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാർക്ക് താൽക്കാലികമായെങ്കിലും ഒരു തിരിച്ചടിയാണെന്ന് കരുതപ്പെടുന്നു. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇപ്പോൾ നേരിടുന്ന വെല്ലുവിളികൾ ഒരേ സമയം ഭരണപരവും രാഷ്ട്രീയവുമാണ്. ആരോഗ്യരംഗത്തെ ശുദ്ധീകരണം ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ സഹായിക്കുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ട്രംപിനെ പോലൊരു നേതാവിനെ നേരിടുന്നത് സ്റ്റാർമറുടെ നേതൃത്വ പാടവത്തെ അളക്കുന്ന ഒന്നായി മാറുന്നു. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇറാൻ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാടും അതിനോടുള്ള ബ്രിട്ടന്റെ പ്രതികരണം ലോകക്രമത്തെ മാറ്റിമറിച്ചേക്കാം. എങ്കിലും സ്വന്തം മണ്ണിലെ വിദ്വേഷ ചിന്തകളെ തുടച്ചു നീക്കാനും അന്താരാഷ്ട്ര വേദികളിൽ ആത്മവിശ്വാസത്തോടെ നിലകൊള്ളാനും ബ്രിട്ടൻ നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണ്.